ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ താരയുടെ മകളാണ് സരയു എന്ന് സത്യം കിരൺ അറിയിച്ചിരിക്കുകയാണ് ശാരിയെ. അതിനുശേഷം ശാരിയുടെ അഹങ്കാരത്തിനൊക്കെ ചെറിയൊരു കുറവൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ സരയുവിന് ഇപ്പോഴും ആ സത്യം അറിയാത്തത് കൊണ്ട് തന്നെ എപ്പോ താര വീട്ടിലേക്ക് വന്നാലും സരയു തല്ലി പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ കല്യാണിയും അതുപോലെ തന്നെ കിരണും കൂടി പറയുകയാണ് ശാരിയോട്, എത്രയും വേഗം ഈ ഒരു സത്യം നിങ്ങളുടെ മകളെ നിങ്ങൾ അറിയിക്കണം. ഇല്ലെങ്കിൽ അവരുടെ മകളുടെ സ്നേഹം താരയ്ക്ക് കിട്ടി, താരയാൻറ്റിക്ക് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ അതിന് വേണ്ട നടപടികൾ നോക്കും എന്ന് പറയുകയാണ്. അതായത് എത്രയും വേഗം ഞങ്ങൾ കേസ് കൊടുക്കും. അങ്ങനെ കേസൊക്കെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ DNA ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറയും. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പുറത്തു വരും. അത് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അറിയലേ ആവും. അത് നിങ്ങൾക്ക് തന്നെയാണ് അതൊക്കെ നാണക്കേട്. അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ മകളെ പറഞ്ഞ് മനസ്സിലാക്കി ആ അമ്മയ്ക്ക് ഒരിത്തിരി സ്നേഹം അവൾ കൊടുക്കണം. ആ അമ്മയുടെ കൂടെ പോവാനൊന്നും ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ ആ അമ്മയ്ക്ക് കിട്ടേണ്ട സ്നേഹം അത് അവൾ കൊടുത്തിരിക്കണം. അതിന് വേണ്ട എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തിരിക്കണമെന്ന് കല്യാണിയും കിരണും ആവശ്യപ്പെടുമ്പോൾ ഒരു നിവൃത്തിയും ഇല്ലാതെ ശാരി വളരെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ സരയുവിനോട് ആ ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. മോള് നീ പലപ്പോഴും എന്നോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഞാനിപ്പോ ഒരു സത്യം പറയാം. നീ എൻ്റെ മകളല്ല, നിന്റെ അച്ഛൻ ചതിച്ചതാണ് എന്നെ. അവള് താര എന്ന് പറയുന്നവരുടെ മകളാണ് നീ എന്ന സത്യം സരയുവിനെ അറിയിക്കുമ്പോൾ സരയു പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല, ഞാൻ അമ്മയുടെ മകള് തന്നെയാണ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ താര പിന്നീട് വരുമ്പോൾ സരയും അധികം എതിർപ്പൊന്നും കാണിക്കാതെ ചെറിയൊരു അനുകമ്പയ്ക്ക് താരയോട് തോന്നുന്നുണ്ട്. ചെറിയൊരു സ്നേഹവും കാര്യങ്ങളും സരയു താരയോട് കാണിക്കുകയും ചെയ്യുകയാണ്. ഇതേ സമയത്ത് രാഹുൽ മിക്കവാറും ജയിലിലാവാനാണ് സാധ്യത. കാരണം രാഹുൽ മേഘനയുടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ പോകുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ മനോഹറിനെ കുറിച്ചുള്ള സത്യം കൂടി എല്ലാവരും അറിയുന്നത്. അതോടുകൂടി ജീവിതം തകർന്ന് കിരണിന്റെയും കല്യാണിയുടെയും കാൽക്കൽ വീണ് മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ സരയുവിന് വരുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.